Hi dear student, next we are going to revise topics from 6th module. The first topic is hierarchical clustering method. Hierarchical clustering method two types ഉണ്ട് agglomerative and divisive. Agglomerative bottom up strategy initially ഒരു ഒബ്ജക്റ്റ് ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതും തന്നെയായിരിക്കും ഒരു ക്ലസ്റ്റർ. ദെൻ അതിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ അതിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്ത് അനദർ ക്ലസ്റ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടി ലാർജർ ക്ലസ്റ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ വീണ്ടും ഈ ക്ലസ്റ്റേഴ്സ് ഹാവിങ് സിമിലർ പ്രോപ്പർട്ടീസ് അഗെയിൻ മെർജ്ഡ്. അങ്ങനെ ഫൈനലി എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ ക്ലസ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടെർമിനേറ്റിംഗ് കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എല്ലാ ക്ലസ്റ്റേഴ്സും എല്ലാ ഒബ്ജക്ട്സും കൂടെ ഒരു ക്ലസ്റ്റേഴ്സിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടെർമിനേറ്റിംഗ് കണ്ടീഷൻസ് കൊടുക്കും. അത്രയും ലെവൽസ് ഇങ്ങനെ മെർജ് ചെയ്ത് വരും. നെക്സ്റ്റ് ഡിവിസി ഓർ ടോപ്പ് ഡൗൺ മെത്തേഡിൽ ഇനിഷ്യലി എല്ലാ ഒബ്ജക്ട്സും ഒരു ക്ലസ്റ്ററിലായിരിക്കും. ദെൻ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ ഒരു കണ്ടീഷൻസ് വയ്ക്കും, ഇത്ര ക്ലസ്റ്റർ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലസ്റ്റർ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ജസ്റ്റ് ആപ്ലിക്കേഷനാണ് ആഗ്നസ് ആൻഡ് ഡയാന. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനും മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സ് മിനിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ്, മീൻ ഡിസ്റ്റൻസ് ആൻഡ് ആവറേജ് ഡിസ്റ്റൻസ്. Then what are the difficulties we are facing with the hierarchical clustering? Hierarchical clustering മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യാനും മെർജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഏത് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്പ്ലിറ്റിങ്ങും മെർജിങ്ങും ഒക്കെ നടത്തുന്നത്. അതുപോലെ ഓരോ ലെവൽ വൈസ് നമ്മൾ അപ്പിലോട്ട് പോകുമ്പോഴും ടോപ്പിലോട്ട് പോകുമ്പോഴും ബോട്ടത്തിലോട്ട് വരുന്ന കേസിലായാലും ഓരോ ലെവലിലും പ്രീവിയസ് സ്പ്ലിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മെർജിങ്ങിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള പ്രീവിയസ് സ്റ്റെപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് കമ്മിങ് സ്റ്റെപ്സിനെ അഫക്റ്റ് ചെയ്യും. സോ അതും ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഹൈറാർക്കി ക്ലസ്റ്ററിംഗ് മെത്തേഡ്സിൻ്റെ കൂടെ അതർ ക്ലസ്റ്ററിംഗ് അൽഗോരിതംസും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഹൈറാർക്കി ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് തനി യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ അത് ക്ലസ്റ്ററിംഗ് അൽഗോരിതംസും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നൊരു അൽഗോരിതമാണ് ബർച്ച് അൽഗോരിതം. ബർച്ച് അൽഗോരിതം ഇറ്റ്സ് എൻ ഇൻറ്റഗ്രേറ്റഡ് അൽഗോരിതം. ഇതിൽ മെയിൻലി 2 കൺസെപ്റ്റ്സ് നമ്മൾ ന്യൂലി ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ന്യൂ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്ലസ്റ്ററിംഗ് ഫീച്ചർ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ക്ലസ്റ്ററിംഗ് ഫീച്ചർ ട്രീ ഓർ CF ട്രീ യൂസിങ് ദ ക്ലസ്റ്ററിംഗ് ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ക്ലസ്റ്ററിംഗ് ഫീച്ചർ എന്ന് പറയുന്ന ട്രിപ്ലറ്റ് ഇൻഫോർമേഷനാണ്. അതായത് നമ്മൾ ഈ ക്ലസ്റ്റേഴ്സിനെ ആ ക്ലസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാതെ ട്രീ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ട്രീ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ട്രിപ്ലറ്റ് 3 ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ ഓഫ് നോട്ട്സ്, ദെൻ LS എന്ന് പറയുന്ന ലീനിയർ സം, ദെൻ SS എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ക്വയർ സം ഓഫ് ദ ഡേറ്റ പോയിൻറ്റ്സ്. അതായത് നമ്മൾ ഒരു ക്ലസ്റ്ററിൻ്റെ സബ് ക്ലസ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ ഇൻഫോർമേറ്റീവായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ക്ലസ്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ ജസ്റ്റ് ഇൻഫോർമേഷൻ മാത്രം കൊടുത്താൽ മതി. ഇതിൽ കാണിച്ചേക്കുന്നതാണ് ക്ലസ്റ്ററിംഗ് ഫീച്ചർ ട്രീ, CF ട്രീ. അപ്പോൾ ഇതിൽ 2 ഫാക്ടേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ചിങ് ഫാക്ടർ ബി, ത്രെഷോൾഡ് ബി. ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുമ്പം ഒരു നോൺ ലീഫ് നോഡിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ നോഡിൽ മാക്സിമം നമ്പർ ഓഫ് എത്ര ചിൽഡ്രൻസ് പോസിബിൾ ആണ്, അതാണ് ബ്രാഞ്ചിങ് ഫാക്ടർ. അതായത് എത്ര ബ്രാഞ്ചസ് പോസിബിൾ ആണ്. ദെൻ ത്രെഷോൾഡ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സബ് ക്ലസ്റ്ററിന് വരുന്ന മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, എങ്ങനെയാണ് ബർച്ച് അൽഗോരിതത്തിൻ്റെ വർക്കിംഗ്? ബർച്ച് അൽഗോരിതം വർക്ക് ചെയ്യുന്ന 2 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ CF ട്രീ കൺസ്ട്രക്ട് ചെയ്യും. സെക്കൻഡ് ഫേസസിൽ അതർ അൽഗോരിതംസ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ബർച്ച് അൽഗോരിതം വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ നോഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് വരുമ്പോഴും നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ലീഫ് നോഡിനകത്തോട്ടായിരിക്കും അപ്പൻഡ് ചെയ്ത് പോകുന്നത്. ലീഫ് നോഡിനകത്തോട്ട് അപ്പൻഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സൈസ് ലിമിറ്റ് കാണും. ആ പർട്ടിക്കുലർ ഡയമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഫ് നോഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ആ ട്രീയുടെ ജനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്. ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്ങിനകത്ത് നമ്മൾ ഡെൻസിറ്റി ആർബിട്രറി ഷേപ്പുള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഹിയർ വി ആർ ഡെവലപ്പിംഗ് ക്ലസ്റ്റേഴ്സ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എ ഡെൻസ് ഒബ്ജക്ട്സ്. ഒരുപാട് ഒബ്ജക്ട്സ് ആയിരിക്കും, ലാർജ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തിക്ലി പോപ്പുലേറ്റഡ് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ക്ലോസ്ലി ആയിട്ട് നിൽക്കുന്ന തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് കുറേ ഒബ്ജക്ട്സ് സിമിലർ ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും, ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്റേഴ്സും. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് DP സ്കാൻ. അതിൽ കുറേ ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞേക്കും. ദാറ്റ് മീൻസ് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഒരു ഡിസ്റ്റൻസ് പറഞ്ഞേക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഒരു റേഡിയസ് എപ്സിലോൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഡിയസ് വരുന്ന ലൊക്കേഷനെയാണ് നമ്മൾ നൈബർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നൈബർഹുഡിൽ ഒരു മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അത് മിനിമം നമ്പർ ഓഫ് നൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ കോർ ഒബ്ജക്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു
പി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ദെൻ പിയുടെ നൈബർഹുഡിൽ ക്യൂ എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ക്യൂ ഈസ് ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം പി എന്ന് പറയും. പിന്നെ നമ്മൾ കോർ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയും. അതായത് കോർ ഒബ്ജക്റ്റിൻ്റെ നൈബർഹുഡിൽ ഒരു ഒബ്ജക്റ്റ് വരുവാണെങ്കിൽ ഡെൻസിറ്റി റീച്ചബിൾ എന്ന് പറയും. ഇനി ഒരു കോർ ഒബ്ജക്റ്റ് എടുക്കുക, അതിന് 2 നൈബേഴ്സ് ഉണ്ട്, പിയും ക്യൂവും ആറും ഉണ്ടെങ്കിൽ ആ ക്യൂവിനെ ആറിനെ നമുക്ക് ഡെൻസിറ്റി കണക്റ്റഡ് എന്നും പറയാം. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ ഡി ബി സ്കാൻ്റെ അൽഗോരിതമാണ്. ഡി ബി സ്കാൻ്റെ അൽഗോരിതം വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക, അതിൻ്റെ നൈബർഹുഡ് ചെക്ക് ചെയ്യുക, അതിൻ്റെ നൈബർഹുഡിൽ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ന്യൂ ക്ലസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ നൈബർഹുഡിൽ വരുന്ന ഓരോ പോയിൻറ്റ്സും എടുക്കുക, ആ പോയിൻറ്റ്സിനെ എല്ലാം അൺവിസിറ്റഡ് ആണെങ്കിൽ നമ്മൾ ക്ലസ്റ്ററിലോട്ട് ആഡ് ചെയ്യും. ദെൻ ഈ എടുക്കുന്ന പോയിൻറ്റ്സിൻ്റെ നൈബർഹുഡിനെയും ചെക്ക് ചെയ്യുക, അതിനകത്തുള്ള പോയിൻറ്റ്സും ഓൾറെഡി വിസിറ്റഡ് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ക്ലസ്റ്റേഴ്സിലോട്ടായിരിക്കും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇനി ഒരു ക്ലസ്റ്ററിലും വരാത്ത കുറച്ച് പോയിൻറ്റ്സ് കാണും, ഒബ്ജക്ട്സ് കാണും, അതിനെ നമ്മൾ നോയിസ് ആയിട്ട് കൺസിഡർ ചെയ്ത് തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്തടുത്തുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഉണ്ടാകുന്നതും. അപ്പോൾ ഒരു ആർബിട്രറി ഷേപ്ഡ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇൻ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്. നെക്സ്റ്റ് ഈസ് ഓപ്റ്റിക്സ്. ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ ഡി ബി സ്കാൻ മെത്തേഡ്. നമ്മളിപ്പോൾ പറഞ്ഞ ഡി ബി സ്കാൻ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സിന് എപ്സിലോൺ ആണ് മിനിമം പോയിൻറ്റ്സ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് യൂസേഴ്സ് ആയിരിക്കും, അല്ലാതെ ഒരു ഗ്ലോബൽ പാരാമീറ്റർ സെറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഗ്ലോബൽ പാരാമീറ്റർ സെറ്റിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഓപ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്റ്റിക്സിൽ നമ്മൾ 2 മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കോർ ഡിസ്റ്റൻസ് ആൻഡ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്. കോർ ഡിസ്റ്റൻസ് മീൻസ് ഒരു ഒബ്ജക്റ്റ് കോർ ഒബ്ജക്റ്റ് ആകേണ്ടതിന് വേണ്ടുന്ന ഒരു മെഷർമെൻറ്റാണ് കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് മേക്സ് ആൻ ഒബ്ജക്റ്റ് ബി എ കോർ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് കോർ ഒബ്ജക്റ്റ് ആവണമെങ്കിൽ വേണ്ടുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂവിനെ, ഡിസ്റ്റൻസിനെ, എപ്സിലോൺ ഡിസ്റ്റൻസിനെ ആയിരിക്കും നമ്മൾ കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് പി ഉണ്ട്, പിക്ക് നമ്മൾ എപ്സിലോൺ വാല്യൂ അതായത് റേഡിയസ് വാല്യൂ അതായത് കോർ ഒബ്ജക്റ്റ് ആകാൻ വേണ്ടിയിട്ട് 3 mm എടുത്തിട്ടുണ്ട്, 6 mm എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ 3 mm എന്നുള്ള എടുക്കും, അതായിരിക്കും അതിൻ്റെ കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു, പി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് എടുത്തു, Q1 Q2 എന്ന് പറഞ്ഞ് 2 അനദർ ഒബ്ജക്ട്സും എടുത്തു. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ, അതായത് പിയും Q1 തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അതിൻ്റെ എപ്സിലോൺ ഡിസ്റ്റൻസ് നോക്കും, PQ തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് നോക്കും. അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണോ ആ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, സെക്കൻഡ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ്. ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഹിയറിൻ്റെ എക്സാമ്പിൾ പിയും Q1 കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ മാക്സിമം ആയിട്ടുള്ളത് എപ്സിലോൺ വാല്യൂ ആണ്, 3 mm ആയിരിക്കും നമ്മൾ അവിടുത്തെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ പിയും Q2 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 mm ഗ്രേറ്റർ ആയിട്ടുള്ള പിയും Qയും തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആ ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായി? ഇവിടെ നമ്മൾ 3 mm ഉണ്ട്, 6 mm ഉണ്ട്. അതിൽ ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും കോർ ഒബ്ജക്റ്റ് ആകാൻ വേണ്ടി വരുന്ന മിനിമം വാല്യൂ 3 mm ആണ്. കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ 3 mm എടുക്കും. ഇനി 2 ഒബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പിയും, അതായത് നമ്മൾ കോർ ഒബ്ജക്റ്റ് ആക്കാൻ പോകുന്ന പിയും അതർ ഒബ്ജക്ട്സ് ആണ് Q1 Q2. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണോ കോർ ഡിസ്റ്റൻസ് ആണോ ഗ്രേറ്റർ, അതിനെയായിരിക്കും നമ്മൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കി എല്ലാ പോയിൻറ്റ്സിൻ്റെ ഈ 2 ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്രാഫ് മൈനിങ്. ഗ്രാഫ് മൈനിങ് മീൻസ് നമ്മളിവിടെ ഡേറ്റേനെ എല്ലാം ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഒരു സബ് ഗ്രാഫ് എടുക്കുക, അതിൻ്റെ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടുത്തെ ബാക്കി പ്രോസസ്സിങ് എല്ലാം ഫോർവേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ് മൈനിങ്ങിനകത്ത് ഗ്രാഫിൽ നിന്നായിരിക്കും ഇൻഫോർമേഷൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു സബ് ഗ്രാഫ് ആയിരിക്കും നമ്മൾ ഒരു ഗ്രാഫ് എത്രമാത്രം ഫ്രീക്വൻ്റ് ആണെന്നുള്ളതായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സബ് ഗ്രാഫ് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സബ് ഗ്രാഫിനെ ജനറേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ ഫ്രീക്വൻസി അനലൈസ് ചെയ്യും. എപ്രയോറി ബേസ്ഡ് അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ പഠിച്ച എപ്രയോറി ബേസ്ഡ് അൽഗോരിതം തന്നെയാണ്, ആ ഒരു അപ്രോച്ച് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ഗ്രാഫ് നമ്മൾ സബ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും സ്മോൾ സൈസിൽ നിന്നായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ അതിനെ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും ബിഗ് സൈസ്. അപ്പോൾ ആഡ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എഡ്ജസും ആഡ് ചെയ്യാം, വേർട്ടിസസും ആഡ് ചെയ്യാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് 2 മെത്തേഡ്സ് ഉണ്ട്. AGM മെത്തേഡും ഉണ്ട്, ദെൻ FSG മെത്തേഡും ഉണ്ട്. AGM മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ വേർട്ടിസസ് ആയിരിക്കും ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, FSG മെത്തേഡിനകത്താണെങ്കിൽ നമ്മൾ എഡ്ജസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് ASG മെത്തേഡിനകത്ത് ഇറ്റ് ഈസ് എ വേർട്ടെക്സ് ബേസ്ഡ് മെത്തേഡ്. ഹിയർ 2 ഗ്രാഫ് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആയിരിക്കും. അപ്പോൾ ന്യൂലി ഫോംഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 ഗ്രാഫിനകത്തും എന്താണ്ട് ഈ കാണിച്ചേക്കുന്ന 2
നമ്മൾ ഈ കാണിച്ചേക്കുന്ന രണ്ട് ഗ്രാഫിനകത്തും ഈ രണ്ട് ഗ്രാഫാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആ രണ്ട് ഗ്രാഫിന് നമ്പർ ഓഫ് ഇപ്പോൾ കെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ K-1 സബ് ഗ്രാഫ് സിമിലർ ആയിരിക്കണം. അതായത് ഇതും സിമിലർ ആണ്, ഇതും സിമിലർ ആണ്. സോ 5th വൺ മാത്രമാണ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതിന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 5th വേർട്ടെക്സിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ന്യൂ ഗ്രാഫ്. അതുപോലെ FSG മെത്തേഡിനകത്താണെങ്കിൽ നമ്മൾ രണ്ട് ഗ്രാഫ് കമ്പൈൻ ചെയ്യണമെങ്കിൽ അവിടെയും ഒരു സബ് ഗ്രാഫ് K-1 ഗ്രാഫ് എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും സിമിലർ ആയിരിക്കും. ദെൻ എക്സ്ട്രാ വരുന്ന ആ എഡ്ജിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ന്യൂ ഗ്രാഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗ്രാഫ് മൈനിങ്. നെക്സ്റ്റ് ഈസ് വെബ് മൈനിങ്. വെബ് മൈനിങ്ങിനകത്ത് നമ്മൾ വെബ് ഡേറ്റ ആയിരിക്കും മൈൻ ചെയ്യുന്നത്. വെബ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യൂ ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന വെബ് പേജസിലെ കണ്ടൻറ്റ്സ് വരാം. ദെൻ ഈ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന HTML കോഡ് വരാം. വെബ് പേജസ് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡീറ്റെയിൽസ് വരാം. അതിന് യൂസ് ചെയ്യുന്ന യൂസേജ് ഡീറ്റെയിൽസ് വരാം. യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇതെല്ലാം വെബ് ഡേറ്റയിൽ വരും. ഈ വെബ് മൈനിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന വെബ് കണ്ടൻറ് മൈനിങ് ഉണ്ട്, സ്ട്രക്ചർ മൈനിങ് ഉണ്ട്, യൂസേജ് മൈനിങ് ഉണ്ട്. വെബ് കണ്ടൻറ് മൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു വെബ് പേജിൻ്റെ കണ്ടൻസിനെ നമ്മൾ മൈൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. വെബ് പേജ് കണ്ടൻറ് മൈനിങ്, വെബ് പേജസിനെ കണ്ടൻറ്റിനെ മൈൻ ചെയ്യുന്നുണ്ട്. സെർച്ച് റിസൾട്ട് മൈനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻഡെക്സസ് കിട്ടും, കുറേ ലിങ്ക്സ് കിട്ടും. ആ ലിങ്കിൽ നിന്ന് നമ്മൾ ഫർദർ സെർച്ചിങ് വീണ്ടും നടത്തും. അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യും. അതാണ് വെബ് കണ്ടൻറ് മൈനിങ്. സെക്കൻഡ് വൺ സെർച്ച് റിസൾട്ട് മൈനിങ്. ദെൻ വെബ് സ്ട്രക്ചർ മൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഓർഗനൈസേഷനെ ആയിരിക്കും, സ്ട്രക്ചറിനെ ആയിരിക്കും നമ്മൾ മൈൻ ചെയ്യുന്നത്. വെബ് യൂസേജ് മൈനിങ് എന്ന് വെച്ചാൽ ജനറൽ യൂസേജിൻ്റെ ഡീറ്റെയിൽസ് മൈൻ ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മൈൻ ചെയ്യും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് വെബ് കണ്ടൻറ് മൈനിങ്. വെബ് കണ്ടൻറ് മൈനിങ് നമ്മൾ ഏജൻറ്റ് ബേസ്ഡ് അപ്രോച്ച്, അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്യും, ഡേറ്റാ ബേസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്യും. അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ HTML കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിനെ നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് HTML കോഡ് യൂസ് ചെയ്തിട്ട്, XML കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെബ് ക്രോളിംഗ്. വെബ് ക്രോളിംഗ് മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കീവേഡിൽ നിന്ന് നമുക്ക് കുറേ ലിങ്ക്സ് കിട്ടും ഇല്ലേ? ആ ലിങ്ക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഫർദർ ലിങ്ക്സ് വീണ്ടും കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടെല്ലാം, അതായത് ഈ വെബ് പേജസിലൂടെ എല്ലാം ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനദർ പ്രോഗ്രാമാണ് വെബ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് ക്രോളിൻ്റെ കേസിൽ ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യലി കുറേ സെർച്ച് റിസൾട്ട് കിട്ടും. അതിനെ നമ്മൾ ഇനിഷ്യൽ റിസൾട്ടായിട്ട് യൂസ് ചെയ്യും. ആ ഇനിഷ്യൽ റിസൾട്ട് ഓരോന്നിടത്തും വീണ്ടും ഫർദർ റിസർച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോളേഴ്സ് ഉണ്ട്. ട്രഡീഷണൽ, പീരിയോഡിക്, ഇൻക്രിമെൻ്റൽ ആൻഡ് ഫോക്കസ്ഡ് ക്രോളർ. ദെൻ ഈ ഫോക്കസ്ഡ് ക്രോളറിനകത്ത് യൂസ് ചെയ്യുന്ന 3 കമ്പോണൻസ് ആണ് ഹൈപ്പർടെക്സ്റ്റ് ക്ലാസിഫയർ, ഡിസ്റ്റിലർ ആൻഡ് ക്രോളർ എന്ന് പറയുന്നത്. ദെൻ റെഗുലർ ക്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ സെർച്ച് ചെയ്യും. ഫോക്കസ്ഡ് ക്രോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രോളിംഗ് ആയിരിക്കും. ദെൻ കോണ്ടെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളർ. കോണ്ടെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളറിനകത്ത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. കോണ്ടെക്സ്റ്റ് ഗ്രാഫിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റിനും സീഡ് ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. അതിൽ സീഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് സീഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും. ദെൻ ആ സീഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് വരുന്ന അടുത്ത ലെവൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അടുത്തടുത്ത ലെവൽസിലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഹാർഡ്വെയർ സിസ്റ്റം. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹാർഡ്വെയർ സിസ്റ്റം. വെർച്വൽ വെബ് വ്യൂ. നമ്മൾ ഈ വേൾഡ് വൈഡ് വെബിനെ ഒരൊറ്റ ലെവലായിട്ടായിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഡൈവേഴ്സ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഉള്ളത് ഫ്രം ഡൈവേഴ്സ് സോഴ്സസ്. സോ അതിനെ നമ്മൾ പല പല ലെവൽസിലായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൾട്ടി ലെയർ ഡേറ്റാബേസ്. അതിനാണ് നമ്മൾ MLDB എന്ന് പറയുന്നത്. അപ്പോൾ ഈ MLDBന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യൂവിനെയാണ് നമ്മൾ വെർച്വൽ വെബ് വ്യൂ എന്ന് പറയുന്നത്. വെർച്വൽ വെബ് വ്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ലാംഗ്വേജാണ് WebML എന്ന്. നെക്സ്റ്റ് ഈസ് പേഴ്സണലൈസേഷൻ മീൻസ് നമ്മളിപ്പോൾ ഒരു സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈറ്റ് നോക്കുമ്പോൾ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരും. ആ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സൈറ്റിനെ ബേസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ആയിരിക്കും. നമ്മുടെ വേറൊരാൾ ഒരു അതേ സെയിം വെബ് പേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ A1 എന്ന് പറഞ്ഞ ഒരാൾ ഒരു വെബ് പേജ് യൂസ് ചെയ്യുന്ന കുറേ ആഡ് വന്നു. A2 എന്ന് പറഞ്ഞ ഒരാൾ അതേ സെയിം വെബ്സൈറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് A1-ന് വന്ന വെബ് പേജസ് ആഡ് ആയിരിക്കത്തില്ല ഈ A2-ന് വരുന്നത്. അതായത് ഒരാളുടെ ഒരു പേഴ്സൻ്റെ ഡിസൈനെ ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിനൊക്കെയാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സാണ് മാനുവലായിട്ടും യൂസ് ചെയ്യും, കൊളാബറേറ്റീവ് ഫിൽറ്ററിംഗ് ആൻഡ് കണ്ടന്റ് ബേസ്ഡ് ഫിൽറ്ററിംഗ്. നെക്സ്റ്റ് ഈസ് വെബ് സ്ട്രക്ചർ മൈനിങ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് പേജ് റാങ്ക് ആൻഡ് ക്ലബർ. പേജ് റാങ്ക് മീൻസ് ഒരു പേജിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്ത് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പേജ് റാങ്ക് എന്ന് പറയുന്നത്. പേജ് റാങ്ക് ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പേജസ് ദാറ്റ് പോയിൻറ്റ് ടു ഇറ്റ്. അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് പേജസ് എടുക്കുകയാണെങ്കിൽ ഒരു പേജിനകത്തോട്ട് മാക്സിമം നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ A, B എന്ന് 2 പേജ് എടുക്കുകയാണെങ്കിൽ Aനകത്തോട്ടാണ് കൂടുതൽ റെഫറൻസ് വരുന്നതെങ്കിൽ അതിനായിരിക്കും റാങ്ക് കൂടുതൽ.
ഓക്കെ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ പേജ് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലവർ എന്ന് പറഞ്ഞ ടെക്നിക്ക്, ക്ലവർ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതോറിറ്റേറ്റീവ് പേജസും ഹബ് പേജസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലവർ എന്ന് പറഞ്ഞ ടെക്നിക്കിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഹിറ്റ്സ് അൽഗോരിതം. ഹിറ്റ്സ് അൽഗോരിതത്തിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജും കുറയും, ദെൻ സപ്പോർട്ട് മെഷറും ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് അതോറിറ്റി പേജസ് ആൻഡ് സെറ്റ് ഓഫ് ഹെബ് പേജസ്. നെക്സ്റ്റ് ഈസ് വെബ് യൂസേജ് മൈനിങ്. വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂസേജിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അവിടെ മൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെബ് യൂസേജ് മൈനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ പേഴ്സണലൈസേഷൻ ഹെൽപ്ഫുള്ളാണ്, ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ക്യാഷ് റിസൾട്ട് ഹാഷിങ്ങിന് ഹെൽപ്ഫുള്ളാണ്, ആക്ച്വൽ ഡിസൈൻ മോഡിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിനകത്ത് വരുന്ന 3 ആക്ടിവിറ്റീസാണ് പ്രീ പ്രോസസ്സിങ് ആക്ടിവിറ്റീസ്. പ്രീ പ്രോസസ്സിങ് ആക്ടിവിറ്റീസ് മീൻസ് നമ്മൾ ഫർദർ പ്രൊസീഡിങ്ങിന് മുമ്പായിട്ട് വെബ്ലോഗിനെ ജസ്റ്റ് ഒന്ന് ഫോമാറ്റ് ചെയ്യുക, ഡേറ്റ ക്ലീനിങ്ങും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാം. ദെൻ പാറ്റേൺ ഡിസ്കവറി, ഹിഡൻ പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഡിസ്കവർ ചെയ്യുക, ഫൈനലി അതിനെ അനലൈസ് ചെയ്യുക. ദെൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, യൂസറിനെ ഐഡൻറ്റിഫൈ ആയാലും ആളെ ഇതൊക്കെ ഏതൊക്കെ പേജസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ സീക്വൻസ് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രീ പ്രോസസ്സിങ്. പ്രീ പ്രോസസ്സിങ്ങിനകത്ത് കുറേ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ട്രൈ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സീക്വൻസിനെയും ഇങ്ങനെ ട്രീ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രൈ ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഓരോ ബ്രാഞ്ചസ് അല്ലെങ്കിൽ എഡ്ജസും ഓരോ സീക്വൻസിനെ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ കേസിൽ റൂട്ട് നോഡ് തൊട്ട് ലീഫ് വരെ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലെങ്തി വേർഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ട്രൈയുടെ ലെങ്ത് കൂടുതലായിരിക്കും, മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും. ആ മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയെങ്കിലും നമുക്ക് ഈ ഇൻറ്റേർണൽ നോഡ്സിനെല്ലാം നമ്പർ ഓഫ് ചൈൽഡ് ഡിഗ്രി 1 ആണെങ്കിൽ അതിനെല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യും. എവിടെയെങ്കിലും നമ്മുടെ ട്രീയിൽ ഡിഗ്രി 2 വരുന്ന കേസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ സിബ്ലിംഗ് ബ്രാഞ്ചസിനെല്ലാം ഒരു നോഡിൻ്റെ സിബ്ലിംഗ് ബ്രാഞ്ചസിന് എൻറ്റയൽ ഡിഫറെൻറ്റ് സിമ്പിൾസും ആയിരിക്കും. അപ്പോൾ ഈ മിനിമൈസ്ഡ് ട്രീനെ നമ്മൾ പറയുന്നതാണ് സഫിക്സ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പാറ്റേൺ ഡിസ്കവറിയിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. ലാസ്റ്റ് പാറ്റേൺ അനാലിസിസിലും ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. അതിനകത്ത് യൂസ് ചെയ്യുന്ന കോഡിംഗ് ലാംഗ്വേജ് ആണ് മിൻറ്റ്. നെക്സ്റ്റ് ഈസ് ടെക്സ്റ്റ് മൈനിങ്. ടെക്സ്റ്റ് മൈനിങ്ങിൻ്റെ കേസിൽ നമ്മൾ ടെക്സ്റ്റ് ഡേറ്റാബേസിൽ നിന്ന് ടെക്സ്റ്റ് ഡേറ്റാബേസ് മീൻസ് അതിനകത്ത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ കാണും, അതിനകത്ത് നിന്ന് നമ്മൾ ഡേറ്റേനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഡേറ്റാ മൈനിങ് നമ്മൾ നോർമൽ ഡേറ്റാബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോർമൽ ഡേറ്റാബേസിൽ നമ്മൾ ട്രാൻസാക്ഷൻ മെത്തേഡ്, ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, കൺകറൻസി മെത്തേഡൊക്കെ യൂസ് ചെയ്യും. അതൊന്നും ടെക്സ്റ്റ് ഡേറ്റാബേസിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മൈനിങ്ങിൽ വരുന്നില്ല. ദെൻ ടെക്സ്റ്റ് മൈനിങ്ങിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. ആ ഒരു പ്രോബ്ലം നമ്മൾ നോർമൽ ഡേറ്റാബേസിലും ഇല്ല. ഓക്കെ, ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ മെഷേഴ്സാണ് പ്രിസിഷൻ, റീകാൾ ആൻഡ് എഫ് സ്കോർ. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഹെറ്ററോജിനസ് ഡേറ്റ ആയിരിക്കും, മൾട്ടി റിലേഷണൽ ഡേറ്റ ആയിരിക്കും. ദെൻ അതുമായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, സം ഡെഫിനേഷൻസ് ഉണ്ട്. ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന സം ക്യാരക്ടറിസ്റ്റിക്സ്. ലാസ്റ്റ് ഈസ് ലിങ്ക് മൈനിങ്. ലിങ്ക് മൈനിങ് മീൻസ് നമ്മൾ ലിങ്കിൽ നിന്ന് ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടാസ്ക്കാണ്. ലിങ്ക് മൈനിങ്ങിൻ്റെ കേസിൽ നമുക്ക് ലിങ്കിനെ ബേസ് ചെയ്തൊരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം, ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം, ലിങ്കിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം, ലിങ്കിൻ്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് ലിങ്കിൻ്റെ കാർഡിനാലിറ്റി നമുക്ക്, അതായത് എത്ര ഔട്ട് ലിങ്ക് ഉണ്ട്, ഇൻ ലിങ്ക് എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാം. ദെൻ സിമിലർ ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് അതിൻ്റെ ലിങ്ക് രണ്ട് ഒബ്ജക്ട്സ് ഒരു ക്ലസ്റ്ററിൽ വരുന്നതാണോ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണോ അതിൻ്റെ ലിങ്ക്സ് ആട്രിബ്യൂട്ട്സ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മെറ്റാ ഡേറ്റ മൈനിങ് എല്ലാം പോസിബിളാണ്. ഇനി ഇതുമായിട്ട് അസോസിയേറ്റഡ് ചലഞ്ചസ് ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിൽ ടോപ്പിക് വൈസ് 6th മോഡ്യൂളിലെ വീഡിയോസ് എല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു.